ഹായ് ഫ്രണ്ട്സ്, നോർത്ത് ഈസ്റ്റ് ട്രിപ്പിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ മേഘാലയത്തെ ഇതൊക്കെ മേഘാലയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ ചിറാപുഞ്ചിയിലേക്ക് പോവുകയാണ്. ചിറാപുഞ്ചിയിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോ രണ്ട് വീഡിയോ ഒക്കെ ചിറാപുഞ്ചിയിലത്തെയാണ് വരാൻ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചിറാപുഞ്ചിയിൽ ഞങ്ങളിപ്പോൾ മേഘാലയയിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേഘാലയയിൽ നിന്ന് ഒരു 2-3 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ചിറാപുഞ്ചിയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ചിറാപുഞ്ചിയിൽ പോയിട്ടാണ് സ്റ്റേ ചെയ്യണത്. അപ്പോൾ ആ ഹോട്ടലും ആ റൂമൊക്കെ ഒന്ന് കാണിച്ച് പിന്നെ നാളെ നിങ്ങൾക്ക് ചിറാപുഞ്ചിയിലത്തെ പുതിയ കാഴ്ചകളായിട്ട് വരാം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിറാപുഞ്ചിയിലേക്ക്. അങ്ങനെ ഞങ്ങളുടെ റൂമൊക്കെ ഒന്ന് കാണിക്കാം, ഹോട്ടലൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺ ദ വേ ആണ് റൂമിലേക്ക്. ആ റോഡുകളാണ് കാണാൻ എന്താ രസം, മരങ്ങളൊക്കെ കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ള മരങ്ങളാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുള്ള സൈസുള്ള മരങ്ങൾ കണ്ടില്ല, ഓരോ മരത്തിൻ്റെ ഡിസൈൻ ഉണ്ടല്ലേ, കാണാൻ എന്താ രസം, അറ്റ്മോസ്ഫിയർ. ഇതാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഞങ്ങളുടെ ഹോട്ടൽ, ഇതാണ് കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിലേക്ക് ഞങ്ങൾ വന്നേക്കാണ്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ 6 ഡിഗ്രിയാണ് ഇവിടുത്തെ ഇന്ന് ഇപ്പോൾ കാലാവസ്ഥയുടെ കാണിക്കുക. 6 ഡിഗ്രിയാണ് കാണിക്കണത്. നല്ല തണുപ്പുണ്ട്. ഇതൊരു പൂച്ച ഉണ്ടല്ലേ റൗണ്ട് അടിച്ച് കിടക്കണം. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു പഴയ സ്റ്റൈലുള്ള ഒരു ഹോട്ടലാണ്. അതിൻ്റെ ചുറ്റിനുള്ള മരങ്ങളൊക്കെ ഉണ്ട്. പൈൻ ട്രീ പോലത്തെ സൈസ് മരങ്ങളാണ്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ചുറ്റുപാടെ കാണാനായിട്ട്. എന്താ ഭംഗി നോക്കിയാൽ മരങ്ങളൊക്കെ നിൽക്കണം. അപ്പോൾ ഇരുട്ടായി തുടങ്ങി കേട്ടോ. പെട്ടെന്ന് സൂര്യനാസ്തമിക്കും ഇവിടെ. 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇരുട്ടായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണല്ലോ. ഞങ്ങളുടെ കാറാണ് ഉണ്ടാക്കി നിൽക്കുന്നത്. ഞങ്ങൾ അതിലാണ് കറങ്ങി നടക്കുന്ന കാറാണ് ഞങ്ങൾ. 7 ദിവസം ആ കാറിലാണ് ഇവിടെ റൗണ്ടിങ്. ഫുള്ള് നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ആ കാറിലാണ്. ഇതാണ് കാർ ഞങ്ങളുടെ. ഇത് സ്വിഫ്റ്റ് ഡിസയറാണ്. ഇത് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, ബാക്ക് എൻട്രൻസ് ആണിത്. ബാക്ക് സൈഡിൽ കൂടിയും ഉള്ളിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണിത്. ഫ്രണ്ട് അപ്പുറത്താണ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഈവനിങ് അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റാണ് അവിടെ. ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ലൈറ്റ് കാണുന്നുണ്ടല്ലേ, ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ, ഞങ്ങളുടെ 2 റൂം. അപ്പോൾ ഇത് അതിൻ്റെ കോമ്പൗണ്ടാണിത്. അതിൻ്റെ ചുറ്റുപാടും നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്, കണ്ടില്ലേ. ഇവിടെ ആൾക്കാർക്ക് ഈവനിങ് ടൈമിലൊക്കെ വന്നിരുന്ന് ചായ കുടിക്കാനും ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ എൻജോയ് ചെയ്യാനുള്ള ബെഞ്ചും ടേബിളൊക്കെയാണ് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തണുപ്പായ കാരണം ആരും പുറത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂമൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതതിൻ്റെ അടുത്തുള്ള റൂമാണ്. ഇവിടെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, ലൈറ്റൊക്കെ ഉണ്ട്. അത് അവരുടെ ബൗണ്ടറിയാണ്, അവരുടെ ഫെൻസിങ് ആണ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റൂം. ഇനിയിപ്പോൾ റൂമിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ റൂമിനെ പറ്റി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ റൂമൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് താമസിക്കണം കേട്ടോ. കാണാനൊക്കെ നല്ല അറ്റ്മോസ്ഫിയറാണ്. നല്ല അടിപൊളി റൂമാണ് കേട്ടോ കാണാൻ. ഇതാണ് എൻട്രൻസ് ഞങ്ങളുടെ റൂമിലേക്കുള്ള. ഇനി റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താണെന്നൊക്കെ നോക്കാം നമുക്ക്. ഞങ്ങളുടെ ബാഗൊക്കെ ഇപ്പോഴേ വന്നിട്ടുള്ളൂ. ബാഗൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇതൊരു ടേബിള്, ചെയർ. ഇതൊരു ഡോറ് കാണണ്ട. ഇത് ഞങ്ങളുടെ റിലേഷൻ്റെ റൂം തൊട്ടടുത്തുള്ളതാണ്. അതും ഈ റൂം വേണമെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. ആ ഡോർ തുറന്നാൽ വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ആ റൂം തുറന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടെ താമസിക്കാം. 2 റൂമും 2 ബാത്റൂമൊക്കെ ആയിട്ട്, 2 ഹാളൊക്കെ ആയിട്ട്. ഫ്ലോറിംഗ് ഒക്കെ വുഡൻ ഫ്ലോറിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഫർണിച്ചറാണ്. ഹാളിലത്തെ ടീപ്പോയി, 2 ചെയർ, ഒരു സോഫ, ഒരു TV ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ബെഡ്റൂമാണ്. ഇത് ബെഡ് ഹീറ്റാക്കാനുള്ള ഒരു ഇത് കൊടുത്തേക്കാണ്, കണക്ഷൻ കൊടുത്തേക്കാണ്. ബെഡ് നല്ല ഹീറ്റാവും അത് കുറച്ച് നേരം കുത്തി വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് ബെഡ്, ഉണ്ടല്ലേ. അത് ബെഡ് ഹീറ്റ് ചെയ്യാൻ വേണ്ടി കുത്തി വെച്ചേക്കാണ് ഇപ്പോൾ. അല്ലാണ്ട് വേറെ ഹീറ്റർ ഉണ്ട് കേട്ടോ. റൂമൊക്കെ ഹീറ്റ് ചെയ്യണ വേറെ ഹീറ്ററുണ്ട്. ഭയങ്കര തണുപ്പാണ്. 6 ഡിഗ്രി ആണല്ലോ ഇവിടുത്തെ തണുപ്പ്. അത് കാരണം നല്ല തണുപ്പുണ്ട്. ഈ ഡോർ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെയാണ്. ഇതൊരു കബോർഡ്. ഇതാണ് ആ റൂം ഹീറ്റ് ചെയ്യണ ഹീറ്ററാണ് വെച്ചേക്കണത്. ഒരു കബോർഡ്. ഈ ഡോറ് ബാത്റൂമിൻ്റെയാണ് കേട്ടോ. നമുക്ക് ബാത്റൂമൊക്കെ ഒന്ന് നോക്കാം.
ബാത്റൂമൊക്കെ അടിപൊളി വലിയ ബാത്റൂമാണ് കേട്ടോ, കാണാൻ കുഴപ്പമില്ല, നല്ല വലിയൊരു ബാത്റൂമാണ്. ഇതേ ഗീസറുണ്ട്, കുഴപ്പമില്ലാത്ത നല്ല നീറ്റായിട്ട് ഉള്ള ഒരുമാതിരിപ്പെട്ട നല്ലൊരു വലിയ ബാത്റൂമാണ്. ഇതേ വാഷ് ബേസിന് ഒരു മിററ് ഉണ്ടല്ലേ, എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയുള്ള നല്ല റൂമും ബാത്റൂമൊക്കെയാണ്. അതിൽ വെച്ചേക്കണ പേസ്റ്റ്, ബ്രഷ്, ഷാമ്പു, സോപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഹാൻഡ് വാഷ്. അത് കാരണം കുഴപ്പമില്ല, നല്ല ബാത്റൂമാണ് കേട്ടോ, നീറ്റായിട്ടുണ്ട്, നല്ല കുറച്ച് സ്പേഷ്യസ് ആണ് ബാത്റൂമൊക്കെ, എല്ലാ സൗകര്യമുണ്ട്, ഷവറുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ബാത്റൂമിൽ നിന്ന് നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. അപ്പോൾ ബാത്റൂം അതാണ്, കുഴപ്പമില്ലാത്ത നല്ല ബാത്റൂമാണ്. ബെഡ്റൂം അത് ഒരു ചെറിയ ഫാമിലിക്ക് നന്നായിട്ട്. ഇത് നമ്മുടെ തുണിയൊക്കെ വെക്കാനുള്ള കബോർഡാണ് കേട്ടോ, അതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് അത് ഇതൊക്കെ ഉണ്ട്. റൂം ഹീറ്റ് ചെയ്യണ ഹീറ്റർ, ഇത് നമുക്ക് ഫോണും ഇതൊക്കെ വെക്കാനുള്ള ഒരു കുപ്പി വെള്ളമുണ്ട്. ഈ ഇരിക്കാനുള്ള ഏരിയ നന്നായി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചായ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള കെറ്റിലും 2 കപ്പും സോസറും ചായപ്പൊടി, പാല്, 2 കുപ്പി വെള്ളം ഒക്കെ ഉണ്ട് അവിടെ. കുഴപ്പമില്ല, നല്ലൊരു റൂമായിരുന്നു കേട്ടോ. ടീപ്പോയി, ആസ്ട്രേ എല്ലാം നല്ല ഈ ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്രെയിമാണ്. ഇതിൻ്റെയൊക്കെ സോഫയുടെയും ചെയറിൻ്റെയൊക്കെ ഇടം നന്നായിട്ട് പോളിഷൊക്കെ ചെയ്ത് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ് ഡോറ്, പുറത്ത് ഇരുട്ടായിട്ടായി. ഇതാണ് ആ കമ്പൈൻ ഡോറ്, 2 റൂം ഒന്നിച്ച് തുറന്ന് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇരുട്ടായി. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് പുറത്ത് കണ്ടില്ലേ, ഇത് രാത്രിയൊക്കെ വന്നിരുന്ന് ക്യാമ്പ് ഫയറൊക്കെ ചെയ്യണ മാതിരി ഒരു സെറ്റപ്പാണ് ഇതൊക്കെ, ഇരിക്കാനുള്ളതൊക്കെ. വേറെ ആൾക്കാരെ കാറൊക്കെ ഉണ്ട്. ഇതാണ് ഫ്രണ്ട്, ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഇതാണ്, നല്ല ഏറ്റവും വിളിക്കാവുന്നത്. കണ്ടില്ലേ, നല്ലൊരു ലുക്കാണ് കാണാനായിട്ട്. രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സറൗണ്ടിങ് ഒക്കെ ലൈറ്റൊക്കെ ഉണ്ട്. അധികം വീടുകളൊന്നും ഇല്ല കേട്ടോ അടുത്തൊന്നും. ഇതൊരു നല്ലൊരു ഹൈറ്റുള്ള ഒരു സ്ഥലത്താണ് ഈ ഹോട്ടലിൽ ഇരിക്കണത്. ഈ റൂമൊക്കെ നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇതാണ് ഫ്രണ്ട് എൻട്രൻസ്. ഇത് സൈഡിൽ കൂടെ അങ്ങനെ പോയി ആ ബാക്ക് സൈഡിലേക്ക് പോകണ ഇതാണ്. മരങ്ങളൊക്കെ നിൽക്കണുണ്ട, എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരേ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ വരെ നിൽക്കണം. അതൊക്കെയാണ് കൂടുതൽ ഈ ഹോട്ടലിനൊരു ഭംഗി കൊടുക്കണത്. ആ മരങ്ങളുടെയൊക്കെ സ്റ്റൈലാണ് ആ നിൽക്കണത്. ലുക്കും സൂപ്പറായിട്ടുണ്ട്, ലൈറ്റ് സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലതായിട്ടുണ്ട് ഈ ഹോട്ടൽ. റൂമും ഈ അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളി. നിങ്ങൾ മറക്കാണ്ട് വരുമ്പോൾ ഈ സ്ഥലമൊക്കെ വന്ന് കണ്ട് ഇത് കണ്ടില്ല, മരങ്ങളുടെയൊക്കെ സ്റ്റൈൽ എന്താണെന്ന് കാണാൻ. കട്ട് ചെയ്ത് നിർത്തിയ പോലെയാണ് എല്ലാം. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. മറക്കാണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്, കുറച്ച് ദൂരമുണ്ട്, ഇവിടെ ഒരു 20 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ആ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ആ റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് കാണിക്കാം. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് പറഞ്ഞു കേട്ടോ. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. അവിടെ എത്തി. അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള വ്യൂ ആണിത്. എല്ലാം ഈ ബാമ്പും ഈ ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണത് എല്ലാം. അത് കാരണം എല്ലാം വുഡാണ്, അതുകൊണ്ടുള്ള പല ഡിസൈനുകളും ലൈറ്റുകളൊക്കെ ഉണ്ടല്ലേ, അടിപൊളി സ്റ്റൈലാണ് കേട്ടോ കാണാനായിട്ട്. അത് ഈ ലൈറ്റൊക്കെ ഇട്ട് നൈറ്റ് ഈവനിങ് ടൈമിലൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് കണ്ടില്ലേ, ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് സെറ്റിങ്ങാണ് കാണുന്നത്. എന്താ രസം നോക്കിയാൽ. ഇതെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ മുള കൊണ്ടുള്ള ഇതാണ്. അതിൻ്റെ ഈ ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കണ എല്ലാം മുളകളാണ് കേട്ടോ, മുള കൊണ്ട് ഉണ്ടാക്കിയ ഡിസൈനുകളാണ് ഇതൊക്കെ. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകമാണ് കാണുന്നത്. എന്താ രസം നോക്കി, ഒരു പാലസ് കാണുന്ന പോലെ ഉണ്ട്. അടിപൊളി ലുക്കാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് ചിറാപ്പുഞ്ചിയിലാണിത്. ഇത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. കണ്ടില്ലേ, ചുമരൊക്കെ നോക്കി എല്ലാം
ഈ ബാമ്പൂൻ്റെ ഇതുകൊണ്ട് നെയ്തിട്ടുള്ള ചുമരുകളാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. ഇത് പിന്നെ നേരം വെളുത്തു. ഇപ്പം ഞങ്ങൾ ഇവിടെ ഭയങ്കര ഒരു ഫേമസ് ഫാൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാണാനായിട്ട് വന്നേക്കാണ്. ഇനിയിപ്പോൾ ആ ഫാൾസിൻ്റെ ദൃശ്യമാണ്. പക്ഷേ ഇവിടെ അധികം ഇപ്പോൾ ഇവിടെ 2-3 മാസമായിട്ട് മഴയില്ലാന്ന് പറഞ്ഞു ചിറാപുഞ്ചിയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി എന്നാണ് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ബുക്കിലൊക്കെ പഠിച്ചേക്കണത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇവിടെ 3 മാസമായിട്ട് മഴയില്ലാത്ത തന്നെ ഈ ഫാൾസൊക്കെ വെള്ളമൊന്നുമില്ല എന്ന് പറയണത്. ഇതാണ് നോക്കലിക്കൽ ഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര്. നോക്കലിക്കൽ ഫാൾസ് ഇത് ഭയങ്കര ഫേമസ് ഫാൾസാണ്. പക്ഷേ ഇപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ലെന്ന് പറയണേ. ആകെ ഒരു ഫാൾസിലാണ് ഇത്തിരി വെള്ളമുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നോക്കട്ടെ. ഇതാണ് ആ ഫാൾസുകൾ. ഒരെണ്ണത്തിൽ മാത്രമേ വെള്ളം വീണുള്ളൂ കേട്ടോ. അതും ഭയങ്കര ദൂരമായ കാരണം ശരിക്കും ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കണ്ടാലും സൂം ചെയ്ത് കണ്ടാലും മനസ്സിലാവും. അടുത്തുള്ള കോണി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫാൾസാണ്. പക്ഷേ ആ വെള്ളം വീണ സൗണ്ടൊക്കെ ഇങ്ങോട്ട് കേൾക്കാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ കാണുന്നതൊക്കെ ഫാൾസ് നല്ല രസമാണെന്നാണ് പറഞ്ഞത് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ സറൗണ്ടിങ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അത് കാരണം ഇവിടെയൊക്കെ വന്നൊന്ന് മഴക്കാലത്ത് വരികയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇപ്പോഴും കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ. പക്ഷെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ് ഇപ്പോൾ. അത് കാരണം വന്നിങ്ങനെ കാണാനും നോക്കാനൊക്കെ നമുക്കൊരു നല്ലൊരു രസമുണ്ട്. പിന്നെ മഴ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയായി കാരണം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ശരിയായിട്ടുള്ളൊരു സമയം ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ വരണം കേട്ടോ. കണ്ടില്ലേ, ദൂരാണെങ്കിൽ ഇങ്ങനെ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. താഴത്തേക്ക് വീണിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട് ബ്ലൂ കളറായിട്ട്. അതൊക്കെ കാണാനൊരു നല്ലൊരു കൗതുകമാണ് കേട്ടോ. ഭയങ്കര പൊക്കത്തിൽ നിന്നാണ് ഈ വെള്ളം വീണത്. കണ്ടില്ല, താഴത്ത് വെള്ളം കെട്ടി കിടക്കണ്ട. കാണാൻ എന്താ രസം നോക്കിയാൽ. ഈ കാണുന്ന ഫാൾസുകളൊക്കെ ഡ്രൈ ആയിരിക്കണം, അടുത്തുള്ള ഫാൾസുകളൊക്കെ. അല്ലെങ്കിൽ ഇത് എല്ലാത്തിലും വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും കാണാമെന്നാണ് പറഞ്ഞേട്ടാ. കണ്ടില്ലേ ചുറ്റുപാടൊക്കെ കാണാൻ എന്താ രസം. എന്നാലും ഫാൾസിൽ വെള്ളം വീണ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കട്ടെ, എത്ര ദൂരമാണെങ്കിലും കൂട്ടിയിടത്ത്. ഫാൾസ് ഇത്രേ കാണാനുള്ളൂ കേട്ടോ. ഇനി ഇവിടെ കൂടുതലൊന്നും വേറെ ഒന്നും കാണാനില്ല. പിന്നെ ഇവിടെ ചുറ്റുപാടിലും അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വന്നു കഴിഞ്ഞാൽ, വെള്ളം കുറവായ കാരണം അത്ര ഒരു ഇതില്ല കാണാനായിട്ട് മാത്രം. ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം വെള്ളമുള്ള സമയത്താണെങ്കിൽ എന്തായിരിക്കും ഭംഗി എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര ദൂരം എത്ര ഹൈറ്റിൽ നിന്നാണ് വീണത്. ചുറ്റും നല്ല ഇതാണ് കേട്ടോ, മഞ്ഞാണ്. ഏതായാലും ദൂരേക്ക് അധികം വിസിബിലിറ്റി ഒന്നുമില്ല. എന്നാലും കാണാനായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇതാണ് ചിറാപുഞ്ചി എന്ന് പറഞ്ഞാൽ എന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ഇന്ത്യയിലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എല്ലാം തെറ്റി, കാലാവസ്ഥകളൊക്കെ മാറി, മഴയൊക്കെ കുറഞ്ഞു, വെള്ളച്ചാട്ടങ്ങളിലൊക്കെ വെള്ളമില്ല, അങ്ങനെയൊക്കെ ആയി തുടങ്ങി. ഇപ്പോഴത്തെ ലോകത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണല്ലോ. നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ഒന്നും ഒരു സ്ഥിരത ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള സറൗണ്ടിങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചെങ്കിൽ നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ചുറ്റുപാടും കുറേ കടകളും പിന്നെ റെസ്റ്റോറൻറ്റുകളും, നമുക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ അവിടുത്തെ അങ്ങനത്തെ കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനുള്ള സ്നാക്സുകളൊക്കെ കഴിക്കാനുള്ള ചെറിയ ചെറിയ കടകൾ, പിന്നെ നമുക്ക് ഈ സുവനീറുകളൊക്കെ മേടിക്കണമെങ്കിൽ അതിൻ്റെ കടകൾ, പിന്നെ തൊപ്പി, ബാഗ്, അങ്ങനെയുള്ള ഇവരുടെ സാധനങ്ങളൊക്കെ, ഇവരുടെ ഓൺ മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ. ഇത് കണ്ട ഒരു സൈസ് പൂവാണ്, ഡ്രൈ ആയിട്ടുള്ളൊരു പൂവാണത്. ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കുറേ കടകളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കുറച്ച്. പിന്നെ ഇവരുടെ കാട്ടിൽ നിന്ന് കിട്ടുന്ന തേനുകൾ, പിന്നെ നമ്മുടെ ഈ ബക്കറ്റിലിരിക്കുന്ന സാധനമുണ്ട്, ഈ വടി പോലത്തെ, ഇത് നമ്മുടെ കറുവപ്പട്ടയുടെ തോലാണ്. അത് ഭയങ്കര നീളത്തിൽ 1 മീറ്റർ നീളത്തിലൊക്കെയുള്ള വടി പോലെയൊക്കെ അവർ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ കറുവപ്പട്ടയൊക്കെ. പിന്നെ കുറച്ച് തുണികൾ, സ്വെറ്ററുകൾ, ബാഗുകൾ, അങ്ങനെയുള്ള കടകൾ കുറേ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് പ്ലേസൊക്കെ കാരണം സുവനീറുകൾ കണ്ടില്ലേ, മേഘാലയ, ഷില്ലോങ്, ചിറാപുഞ്ചി എന്നൊക്കെ എഴുതി അങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ട് ഇങ്ങനെ വാളിലൊക്കെ കൊളുത്തിയിടാമല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ. അതാണ് ഇതൊക്കെ സുവനീറുകൾ ചിറാപുഞ്ചിയുടെ ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കടകൾ അതൊക്കെ നോക്കി ഒന്നിങ്ങനെ കണ്ട് ഇതൊക്കെ കൊണ്ട് നടന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം. വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും ഇവിടെ കാണാനില്ല. വെള്ളച്ചാട്ടത്തിലാണെങ്കിൽ വെള്ളമില്ല, ഒക്കെ ഉണങ്ങി കിടക്കുകയാണ്. അത് കാരണം നമുക്കൊരു ഭയങ്കര ഒരു ഇതായിപ്പോയി, നഷ്ടമായിപ്പോയി. അത്ര ഇതുണ്ട്. ഇതൊക്കെ കറുവപ്പട്ടയാണ് കേട്ടോ കെട്ടി വെച്ചേക്കണൊക്കെ. അതൊക്കെ നല്ല ചീപ്പാണ്. പിന്നെ തേനുണ്ട്,
അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട് ഇവരുടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിവിടെ നിർത്താണ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ മറക്കാണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുമാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.